തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം 4 സിപിഎമ്മിന് വിമത സ്ഥാനാർത്ഥികളുള്ളത്. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട വാഴോട്ടുകോണത്തിന് പുറമെ കാച്ചാണിയിലും സിപിഎം വിമതൻ മത്സരിക്കുന്നുണ്ട്. നേതാക്കളുടെ ഏകാധിപത്യത്തിനെതിരെയാണ് മത്സരമെന്ന് കാച്ചാണിയിലെ വിമത സ്ഥാനാർത്ഥി നെട്ടയം സതീഷ് കുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. മത്സരരംഗത്ത് നിന്ന് പിന്മാറില്ലെന്ന് വാഴോട്ടുകോണത്തെ വിമതൻ കെ.വി. മോഹനൻ പ്രതികരിച്ചു. ഇവിടെ ഇപ്പോൾ CPM-ന്റെ ഏരിയ കമ്മിറ്റി നേതാക്കളായിട്ടുള്ള രാജലാൽ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു മേലാളനെ പോലെ അദ്ദേഹത്തിന്റെ കീഴിലാണ് പാർട്ടി എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന മുൻ MLA പാർട്ടിക്ക് മുകളിലാണ്, പ്രസ്ഥാനത്തിന്റെ മുകളിലാണ്, എന്റെ കീഴിലാണ് പ്രസ്ഥാനം എന്ന് പറയുന്ന അദ്ദേഹമുണ്ട്. അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി അടക്കം ഞാൻ പരാതി കൊടുത്തിട്ട് പോലും അതിന്റെ ചെവി കൊള്ളാനോ അത് വകവയ്ക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ വളർന്നു വന്ന ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി സേവനം ചെയ്തിട്ടുള്ള എന്നെപ്പോലുള്ള ഒരുപാട് പേരെ വെട്ടിനിരത്തുന്ന സമ്പ്രദായമാണ്. ജനങ്ങൾ എന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞു, അതിൽ മാറ്റമൊന്നുമില്ല. അത് അകത്തോട്ട് ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം എനിക്ക് അനുകൂലമാണ്. ഞാൻ ചെയ്യുന്ന ശരിയുടെ പാതയാണെന്നുള്ളത് ഭാവിയിൽ പാർട്ടി തിരിച്ചറിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പാർട്ടി പരാജയപ്പെടുകയല്ല, ഞാനും പാർട്ടിയാണല്ലോ. പക്ഷേ പാർട്ടി ഒരു ശരിയായ പാതയിലേക്ക് കൊണ്ടെത്തിക്കാൻ എനിക്ക് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവരുടെ എല്ലാവരുടെയും കൂടെ വോട്ട് എനിക്ക് കിട്ടുകയാണ് ഇന്ന് വരാൻ പോകുന്നത്. അത് പ്രത്യേക ഒരു സാഹചര്യം നമ്മുടെ വാർഡിൽ ഉടലെടുക്കും എന്നുള്ളത് എനിക്ക് വ്യക്തമായി കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി UDF-ന്റെ പ്രകടന പത്രിക. ആശാവർക്കർമാർക്ക് പ്രത്യേക അലവൻസ്, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പഞ്ചായത്ത് തലത്തിൽ പദ്ധതികൾ, തദ്ദേശ സ്ഥാപനങ്ങളിലെ സീറോ വേസ്റ്റ് അടക്കം ജനപ്രിയ വാഗ്ദാനങ്ങളാണ് പത്രികയിലുള്ളത്. വീടില്ലാത്തവർക്ക് പ്രത്യേക താമസ സൗകര്യം ഒരുക്കുമെന്നും വീട് നിർമ്മിക്കുന്നതുവരെ വാടകയ്ക്ക് വീടൊരുക്കുമെന്നും പത്രികയിൽ പറയുന്നു. സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടാണ് വാഗ്ദാനങ്ങൾ. നടപ്പാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ.